ഹലോ ഡിയർ ഫ്രണ്ട്സ്, Tutorന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ലെ എൻവയൺമെൻറ്റൽ സയൻസ് എന്ന ടോപ്പിക്കിൻ്റെ സിലബസ് ഡീകോഡിംഗ് ആണ്. സോ എൻവയൺമെൻറ്റൽ സയൻസ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സിമ്പിളായ സബ്ജക്റ്റാണ്. നമുക്ക് ഡെയിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ സിലബസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡിസോർഡേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രോണോളജി ഇല്ലാത്ത പോലെയൊക്കെ തോന്നാം. ഇറ്റ്സ് ഓക്കെ, നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഫൈൻഡ് എൻ ഈസി വേ ടു ക്രാക്ക് ദിസ് സബ്ജക്റ്റ്. സോ ഹൗ ടു അപ്രോച്ച് ദിസ് ടോപ്പിക്? രണ്ട് ആംഗിളിൽ നിന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, സം കോൺസെപ്റ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽസ് അബൌട്ട് ദ സബ്ജക്റ്റ്. എന്തൊക്കെയാണ്? വാട്ട് ഇസ് ബയോഡൈവേഴ്സിറ്റി, വാട്ട് ഇസ് മെൻ ബൈ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, വാട്ട് ഇസ് മെൻ ബൈ കൺസർവേഷൻ, അങ്ങനെയുള്ള ചില കോൺസെപ്റ്റ്സ് ആൻഡ് ചില ഫണ്ടമെൻ്റൽ ടോപ്പിക്സ് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് അപ്ഡേറ്റ് കറണ്ട് അഫെയർസ് ഓൺ ഈച്ച് ടോപ്പിക്. ഓരോ ടോപ്പിക്കിലും എൻവയൺമെൻറ്റൽ സയൻസ് എന്ന സബ്ജക്റ്റിൽ പ്രത്യേകിച്ച് കറണ്ട് അഫെയർസിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈവൻറ്റ്സ്, എന്തൊക്കെയാണ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓൺ ദ വൺ സൈഡ്, concepts and fundamentals about the subject, concepts and fundamentals regarding the subject. On the other side, current affairs regarding the subject. ഇനി നമുക്കറിയാവുന്ന പോലെ തന്നെ എൻവയൺമെൻറ്റൽ സയൻസ് നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണല്ലേ. നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റഡി ദ സബ്ജക്റ്റ്. നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എൻവയൺമെൻറ്റൽ കൺസേൺസ് എന്താണ്, എന്തൊക്കെ ഇഷ്യൂസ് ആണുള്ളത്, എന്തൊക്കെയാണ് നമുക്കതിൻ്റെ പരിഹാരങ്ങൾ, എന്തൊക്കെ സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാം, ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റഡി. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി എ വെരി സ്കോറിംഗ് പേപ്പർ. ഈസി ആണെന്ന് പറഞ്ഞ് ഇത് നെഗ്ലക്റ്റ് ചെയ്യരുത്. ബിക്കോസ് വളരെയധികം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കും എൻവയൺമെൻറ്റൽ സയൻസ്. അപ്പോൾ അതിൻ്റെ ഡ്യൂ ഇമ്പോർട്ടൻസ് നിങ്ങൾ അതിന് കൊടുക്കണം. സോ വൺ മെത്തേഡ് ടു സ്റ്റഡി ദിസ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് എ വെരി ഇൻ്റർഡിസിപ്ലിനറി സബ്ജക്റ്റ്. നമ്മൾ പഠിക്കുന്ന സിലബസിലുള്ള മറ്റ് സബ്ജക്റ്റുകളുമായിട്ടൊക്കെ ഇതിനൊരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എൻ ഇൻ്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗ്രീൻ റവല്യൂഷൻ, ഇന്ത്യൻ എക്കോണമിയിൽ നമ്മൾ ഗ്രീൻ റവല്യൂഷനെ പറ്റി പഠിച്ചു. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ്റെ പ്രശ്നങ്ങളെ പറ്റി പഠിച്ചപ്പോഴേക്കും നമ്മളതിൻ്റെ എൻവയൺമെൻറ്റൽ കൺസേൺസിനെ പറ്റിയാണ് പഠിച്ചത്. എക്സസീവ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ യൂസേജ്, പെസ്റ്റിസൈഡ് യൂസേജ്, എക്സസീവ് ഇറിഗേഷൻ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എൻവയൺമെൻറ്റിന് എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്, സോയിൽ പൊല്യൂഷൻ, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിലുണ്ടാവുന്ന ലോസ്, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും നമ്മൾ പഠിച്ചു. സോ അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. എക്കണോമിക്സും എൻവയൺമെൻറ്റും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ക്ലൈമറ്റ് ചേഞ്ച്. ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കാരണം അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതൊക്കെ സ്പെസിഫിക്കലി കഴിഞ്ഞ 2-3 എക്കണോമിക് സർവേയിൽ പറയുന്ന കാര്യങ്ങളാണ്. സ്പെസിഫിക്കലി അതിന് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ടോപ്പിക്കൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ എക്കണോമിക് സർവേയിലൊക്കെ വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻ്റർഡിസിപ്ലിനറി സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ടോപ്പിക്കും ലിങ്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മൈൻഡ് മാപ്പിംഗ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഗുഡ് ഇഫ് യു ക്യാൻ യൂസ് ഡയഗ്രാംസ് ഇൻ ആൻസേഴ്സ്. അതാകുമ്പോൾ നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ട് എന്നുള്ളത് കൺവേ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സിലബസ് രണ്ട് ആംഗിളിൽ നമുക്ക് സിലബസ് നോക്കാം. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിഗാർഡിംഗ് എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ, കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെയുള്ള എന്തൊക്കെയാണ് പോപ്പുലറായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വളരെ പ്രോമിനൻ്റ് ആയി നിൽക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആൻഡ് ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ എന്താണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയൺമെൻറ്റ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്, വാട്ട് ഈസ് ദ നീഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദീസ്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അതിനുവേണ്ടിയുള്ള പോളിസീസ്, ട്രീറ്റീസ്, ലീഗൽ ഫ്രെയിം വർക്ക്സ്, എന്തൊക്കെ ഓർഗനൈസേഷൻസ് ആണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, പല ലെവലിൽ സ്റ്റേറ്റ്, നാഷണൽ, ഇൻ്റർനാഷണൽ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിലബസിൻ്റെ ഒരു ഐഡിയ പോകുന്നത്. സോ രണ്ട് ആംഗിളിൽ നിന്ന് 2 ഡയമെൻഷൻസ് ആണ് നോക്കേണ്ടത്. ഒന്ന്, ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. 2, വാട്ട് ആർ ദ സൊല്യൂഷൻസ് ഫോർ ദീസ് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. അതിനോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് കോൺസെപ്റ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഐഡിയാസും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് വന്ന ചില ടെക്നോളജീസ്, ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി, ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് കൂടുതൽ സിഗ്നിഫിക്കൻസ് വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സിലും കൂടെ ഫോക്കസ് ചെയ്യേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്.
So what is environment? Environment is the sum total of all surroundings of a living organism, including physical, biological, and chemical factors which provide conditions for development and growth of that living organism. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഉൾപ്പെട്ടതിനെയാണ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇനി വാട്ട് ഈസ് എൻവയൺമെൻറ്റൽ സയൻസ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് എൻവയൺമെൻറ്റ് എന്നാണ്. ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത് വാട്ട് ഈസ് എൻവയൺമെൻറ്റൽ സയൻസ്. ആ സബ്ജക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഹൗ ദ നാച്ചുറൽ വേൾഡ് വർക്ക്സ്, how the environment affects humans and vice versa, or it is a systematic study of the interrelationship or interaction between living beings and the environment. Environmentum living beings തമ്മിലുള്ള interaction പറ്റിയുള്ള പഠനമാണ് environmental science. ഇനി what is ecology? Ecology എന്ന് പറയുന്നത് it is also a science which deals with various principles that govern the relationship and interdependence between organisms and their environment. അപ്പോൾ എക്കോളജി എന്ന് പറയുന്നത് ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. അത് ഡീൽ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസംസ് ടു വൺ അനദർ ആൻഡ് ടു ദെയർ ഫിസിക്കൽ എൻവയൺമെൻറ്റ്. ഇനി വാട്ട് ഈസ് എക്കോസിസ്റ്റം? എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ സിസ്റ്റം ഓഫ് കമ്മ്യൂണിറ്റീസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ദെയർ എൻവയൺമെൻറ്റ്. അതിനെയാണ് എക്കോളജിക്കൽ സിസ്റ്റം അഥവാ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഇൻറ്ററാക്ടിങ് ഓർഗാനിസംസ് ആൻഡ് ദെയർ ഫിസിക്കൽ എൻവയൺമെൻറ്റ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആൻഡ് നേച്ചർ, അതൊരു എക്കോസിസ്റ്റമാണ്. അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് പഠിക്കുന്ന ഒരു സബ് പാർട്ട്, എക്കോളജിയുടെ ഒരു സബ് പാർട്ടാണ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് എ പ്ലേസ് ലൈക്ക് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, സ്റ്റിൽ വാട്ടർ, കോറൽ റീഫ്സ്, അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വാട്ട് ഇസ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വാട്ട് ഇസ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി? ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് വെറൈറ്റി. സോ ബയോഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ദ വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു ദ വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദിസ് വേൾഡ്. അതായത് പലതരത്തിലുള്ള സ്പീഷീസ്, ജീൻസ്, എക്കോസിസ്റ്റം എക്സെട്ര. ഫോർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ വാട്ട് ഇസ് എ ക്രോപ്പ് വിത്ത് എ വെരി ഹൈ ഡൈവേഴ്സിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ റൈസ് നമുക്ക് പറയാവുന്നതാണ്. ഓവർ 50,000 വെറൈറ്റീസ് ഉള്ള ഒരു ക്രോപ്പാണ് റൈസ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പല വെറൈറ്റിയിലുള്ള ലൈഫ് ഫോംസിനെ പറയുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ യൂട്ടിലിറ്റി ഓഫ് ഹാവിങ് ബയോഡൈവേഴ്സിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ഹൈ ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓൾവേസ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് എക്കോസിസ്റ്റം സർവീസസ്. എക്കോസിസ്റ്റം സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്കോസിസ്റ്റം നമുക്ക് റെൻഡർ ചെയ്യുന്ന ചില ഫങ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ചില സർവീസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാർബൺ എമിഷൻസ് അബ്സോർബ് ചെയ്യുന്നു, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വേസ്റ്റ് വാട്ടർ ഇസ് ട്രീറ്റഡ് ആൻഡ് ഫിൽറ്റേർഡ് ഓട്ടോമാറ്റിക്കലി നാച്ചുറലി, സോയിൽ ഫെർട്ടിലിറ്റി, മൈക്രോബ്സ് ഒക്കെ ചേർന്ന് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ, ഇങ്ങനെയുള്ള ചില ഫങ്ഷൻസിനെയാണ് നമ്മൾ എക്കോസിസ്റ്റം സർവീസസ് എന്ന് വിളിക്കുന്നത്. സോ എക്കോസിസ്റ്റം സർവീസസിൻ്റെ ഇഫക്റ്റീവ്നെസ് വളരെയധികം കൂടുന്നത് ഇസ് വെൻ ദർ ഇസ് എ വെരി ഹൈ ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ആൻഡ് 2020 വേൾഡ് എൻവയൺമെൻറ്റ് ഡേയുടെ തീം എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വി ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ടോപ്പിക്. നൗ ബയോഡൈവേഴ്സിറ്റിയെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. സോ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ വേരിയസ് ജീൻസ് പ്രസൻറ്റ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് ദാറ്റ് ഗിവ് ദെം ദെയർ ഫീച്ചേഴ്സ്. ഓരോ സാധനത്തിനും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൊടുക്കുന്നത് അതിൻ്റെ ജീൻസാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ വെറൈറ്റിയെയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി. Secondly, species diversity. That refers to the different species in a particular place or among a specific group of organisms. നമുക്കറിയാവുന്ന പോലെ ട്രോപ്പിക്കൽ എൻവയൺമെൻറ്റ്സിലാണ് കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത് ദാൻ ഇൻ കൂളർ എൻവയൺമെൻറ്റ്സ്. For example, tropical or rainforests contain more than half of the Earth's flora and fauna, whereas taiga forests ഒക്കെ നോക്കുകയാണെങ്കിൽ they have lesser number of species. Okay, അടുത്ത് വരുന്നത് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി.
Ecosystem diversity refers to the physical aspect of different regions on the earth. For example, deserts, lakes, coral reefs, അവരുടെ population of plants and animals. അങ്ങനെ physical aspect of different regions പറയുന്നതാണ് ecosystem diversity. Now speaking about World Environment Day, June 5th World Environment Day observe ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ the theme of World Environment Day 2020 is biodiversity. And the global host of World Environment Day 2020 is Colombia. 2019 World Environment Day theme air pollution ആയിരുന്നു, and it was hosted by China. And 2018 India hosted the World Environment Day, and the theme was beat plastic pollution. Now what is the importance of biodiversity? So 5 episodes of mass extinction ആണ് വേൾഡിൽ നടന്നിട്ടുള്ളതായിട്ട് പറയുന്നത്. And all of these were due to natural calamities. പക്ഷേ the 6th one is predicted to be framed by human interference. മനുഷ്യൻ്റെ ഇടപെടൽ കാരണമാണ് 6ാമത്തെ മാസ് എക്സ്റ്റിങ്ഷൻ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് prediction. Non-renewable resources are getting exploited. Possibility for acute resource shortage exist ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ വളരെയധികം റിസോഴ്സ് ഷോർട്ടേജ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഫാക്ട് അത് ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് ചാൻസസ് കണ്ടുവരുന്നത്. ദർ ഇസ് നോ ഇൻഡിക്കേഷൻ ഓഫ് സച്ച് പ്രോബ്ലംസ് റെഡ്യൂസിങ്, അല്ലെങ്കിൽ ഷോർട്ടേജ് മാറി സർപ്ലസ് വരാനുള്ള ഒരു സാധ്യതയെ കാണുന്നില്ല. ഇപ്പോഴും ഷോർട്ടേജ് വളരെയധികം വേഴ്സ് ആവാനുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ആൻഡ് ഒരു സ്പീഷീസ് ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ. And also it will lead to breaking down of the ecosystem supply chain. For example, we know about Project Tiger 1973-74 launch ചെയ്ത കൺസർവേഷൻ വെഞ്ചർ ആണ്. ആൻഡ് പ്രോജക്റ്റ് ടൈഗറിൽ ഇറ്റ് ഈസ് എയിംഡ് അറ്റ് സേവിങ് ദ ടൈഗർ സ്പീഷീസ്. പക്ഷെ അത് ടൈഗർ എന്നുള്ള ഒരു ആനിമലിനെ മാത്രമല്ല അവിടെ സേവ് ചെയ്യപ്പെടുന്നത്, അല്ലേ? ഒരു ഐസൊലേഷനിൽ നമുക്ക് ഒരിക്കലും ഒരു ആനിമലിനെ അല്ലെങ്കിൽ ഒരു സ്പീഷീസിനെ സേവ് ചെയ്യാൻ പറ്റില്ല. സേവ് ടൈഗർ എന്നുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ആർ ഗെറ്റിംഗ് സേവ്ഡ്, വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു സേവിങ് ഓഫ് ഡിയർ ആൻഡ് അതർ ആനിമൽസ്, സോയിൽ, റിവേഴ്സ്, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, ഇങ്ങനെയുള്ള പല ഫങ്ഷൻസും. അതായത് ഒരു കാര്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ, ഫോർ എക്സാമ്പിൾ പ്രോജക്റ്റ് ടൈഗറിൽ ടൈഗറിൻ്റെ കൺസർവേഷൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനോട് ആൻസിലറി ആയിട്ടുണ്ടാവുന്ന ബെനിഫിറ്റ്സ് വളരെ ഹൈ ആണ്. ആൻഡ് ഓൾസോ ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഈസ് ദ ബാക്ക് ബോൺ ഓഫ് അഗ്രികൾച്ചർ, അക്വാകൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ഫോറസ്ട്രി. ആൻഡ് ഒരു കൾച്ചറൽ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് സോഷ്യൽ, റിലീജിയസ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് ഓഫ് എ റീജിയൻ. ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ രീതികൾ നോക്കുകയാണെങ്കിൽ നേച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നേച്ചറിനോട് ഡിവോഷൻ ഉള്ള ഒരു കൾച്ചറൽ ഹിസ്റ്ററിയാണ് നമുക്ക് ഉള്ളത്. Now, economic development of a country is also largely dependent on the availability of bioresources. At the end of the day, everything comes from nature. ഒന്നും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനീഷ്യൽ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നേച്ചർ തന്നെയാണ്. Now, എന്തൊക്കെയാണ് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എൻവയൺമെൻറ്റ്? റെഗുലറായിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമുക്ക് സ്ഥിരം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പൊല്യൂഷൻ, കാർബൺ എമിഷൻസ്, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിന് ഒരുപാട് വെറൈറ്റി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആംഗിളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഇറ്റ് ഇസ് നോട്ട് വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പൊല്യൂഷൻ ഹാസ് ഹെൽത്ത് ഇമ്പാക്റ്റ്, എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ്, എസ്തെറ്റിക് ഇമ്പാക്റ്റ്. പിന്നെ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഔട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യം മാത്രമല്ല. ഇപ്പം പൊല്യൂഷൻ കാരണം എൻവയൺമെൻറ്റ് ഡാമേജ് ആവുന്നത് കാരണം നമ്മുടെ റിസോഴ്സസ് കണ്ടാമിനേറ്റഡ് ആവുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടാമിനേറ്റഡ് ആവുന്നു, which leads to health problems, which leads to extinction of species. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. കാർബൺ എമിഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ കാർബൺ എമിഷൻസ് അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള മോൺട്രിയൽ പ്രോട്ടോക്കോൾ, ക്യോട്ടോ പ്രോട്ടോക്കോൾ, പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് റിഗാർഡിംഗ് ആയിട്ടുള്ള
കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സൊല്യൂഷൻ ടു ദീസ് പ്രോബ്ലംസ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. വാട്ട് ക്യാൻ ബി ഡൺ, വാട്ട് ക്യാൻ വി ഡു. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ വി ഹാവ് ടു ലുക്ക് അറ്റ് ദ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ദിസ് ഫീൽഡ്. ഈ എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, ട്രീറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ നാഷണൽ ലോസ് നോക്കുകയാണെങ്കിൽ the first forest policy was declared by the British government before independence in 1884. അതിനുശേഷം ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിട്ടുള്ളത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, the Water Prevention and Control of Pollution Act 1974, the Water Cess Act 1977, the Forest Conservation Act 1980, Air Prevention and Control of Pollution Act 1981, Environmental Protection Act 1986, Public Liability Insurance Act 1991, Biological Diversity Act 2002, ആൻഡ് ഈ ഇടയ്ക്ക് വളരെ പോപ്പുലറായി അല്ലെങ്കിൽ വളരെയധികം സോഷ്യൽ മീഡിയ അപ്ഹീവലൊക്കെ ഉണ്ടാക്കിയ ഒരു ടോപ്പിക്കാണ് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ 2020. സോ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ്. അത്രയും കറണ്ട് അഫെയറിൽ കത്തി നിൽക്കുന്ന ടോപ്പിക്സിനെ പറ്റി ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. വളരെ ഒരുപാട് ടോക്ക്ഡ് അബൌട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് EIA ഡ്രാഫ്റ്റ് 2020. സോ ഡെഫിനറ്റ്ലി വി ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ എയ്തർ EIA ഡ്രാഫ്റ്റ് 2020 അല്ലെങ്കിൽ വാട്ട് ഇസ് EIA, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ക്യാൻ ബി എക്സ്പെക്റ്റഡ്. Now we are looking at the solutions, how to achieve net zero emissions by 2050. എങ്ങനെയാണ് ഓരോ എൻവയൺമെൻറ്റൽ ഇഷ്യൂവിനും പറ്റിയ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. ബിക്കോസ് സൊല്യൂഷൻ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതലും ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. വാട്ട് ഇസ് ദ പ്രോബ്ലം ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി അഡ്രസ്ഡ്. Now, environmental organizations in India, we should also have a clear idea about it. Even Kautilya's Arthashastra has talked about the necessity of forest administration. ഒരുപാട് ഓർഗനൈസേഷൻസ്, എൻവയൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, WWF in India, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ആൻഡ് ഒരു മിനിസ്റ്റീരിയൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ MOEFCC, മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ പല ഓർഗനൈസേഷൻസും എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. എൻവയൺമെൻറ്റൽ കൺസർവേഷനിൽ അല്ലെങ്കിൽ എൻവയൺമെൻറ്റിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. First one, BirdLife International. It is the world's oldest international conservation organization. ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പാണ് BirdLife International. Now next one is International Whaling Commission, IWC. It was set up under the International Convention for the Regulation of Whaling. 1946 സെറ്റപ്പ് ചെയ്തത്. അതിനുശേഷം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, IUCN. സ്വിറ്റ്സർലാൻഡ് ഹെഡ് ക്വാർട്ടേർഡ് ആയിട്ടുള്ള വേൾഡ് വൈഡ് കൺസർവേഷൻ ഓർഗനൈസേഷൻ ആണ്. വി മൈറ്റ് ഹവ് ഹേർഡ് അബൌട്ട് ദ IUCN റെഡ് ലിസ്റ്റ് വിച്ച് ക്ലാസിഫൈസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ത്രെറ്റ് ദാറ്റ് ദേ ഫേസ് ടു ദെയർ സർവൈവൽ. അടുത്തത് IUCN സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ, SSC. ഇറ്റ് വാസ് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ IUCN. പിന്നെ പറയാവുന്നത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, WWF. ഇറ്റ് വാസ് ഫോംഡ് ആസ് എ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇൻ സ്വിറ്റ്സർലാൻഡ്. ഇറ്റ് ഈസ് നൗ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കൺസർവേഷൻ ഓർഗനൈസേഷൻ. 5 മില്യൺ സപ്പോർട്ടേഴ്സ്, 5 മില്യണിൽ കൂടുതൽ സപ്പോർട്ടേഴ്സ് വേൾഡ് വൈഡ് ഉള്ള ഒരു ഇന്റർനാഷണൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ് ഇന്ന് WWF. നെക്സ്റ്റ് ഇസ് റാംസർ കൺവെൻഷൻ 1971. So that is in order to establish the importance and usefulness of wetlands. Iranian city ആയ റാംസറിൽ വെച്ചാണ് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് നടക്കുന്നത് 1971. Wetlands International is a global non-profit organization, again dedicated to the conservation and restoration of wetlands. It was established in 1995. They work at the field level to develop and mobilize knowledge, and they concentrate on giving respect to traditional values and practical experience ഉപയോഗിച്ച് ബെറ്റർ പോളിസീസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് വെറ്റ്ലാൻഡ്സ് ഇന്റർനാഷണലിൻ്റേത്.
അടുത്ത് നമുക്ക് പറയാവുന്നത് ഗ്രീൻ പീസ് 1971 ഫോം ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ മോസ്റ്റ് വിസിബിൾ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ്. It acts as kind of an international pressure group which takes action to prevent pollution. 1971 ഗ്രീൻ പീസ് ഫോം ചെയ്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് പറയാവുന്ന യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റൽ പ്രോഗ്രാം. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ദ UN ജനറൽ അസംബ്ലി after the Stockholm Conference. It aims to frame global environmental policies and monitors their implementation. UNEPയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നൈറോബിയിലാണ് ഇൻ കെന്യ. Now അടുത്ത ചില ഓർഗനൈസേഷൻസ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അഗ്രിമെന്റ്സ് പറയാനുള്ളത് സൈറ്റ്സ്, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണ. അതൊരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ് ബിറ്റ്വീൻ കൺട്രീസ് ടു എൻഷുർ ദാറ്റ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ സ്പെസിമെൻസ് ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡു നോട്ട് ത്രെട്ടൻ ദെയർ സർവൈവൽ. അതുപോലെ തന്നെ ട്രാഫിക് ഇസ് ഓൾസോ എ വൈൽഡ് ലൈഫ് ട്രേഡ് മോണിറ്ററിംഗ് നെറ്റ്വർക്ക് ആൻഡ് ഇറ്റ് ഇസ് എ ജോയിന്റ് പ്രോഗ്രാം ഓഫ് ദ WWF ആൻഡ് IUCN. പിന്നെ നമുക്ക് പറയാവുന്നത് CMS ആണ്, ദാറ്റ് ഇസ് കൺവെൻഷൻ ഓൺ ദ കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമൽസ്, അല്ലെങ്കിൽ ബോൺ കൺവെൻഷൻ എന്നും പറയാറുണ്ട്, BONN, ബോൺ കൺവെൻഷൻ. Next, it is an environmental treaty under the United Nations Environment Program. UNEPയുടെ ഒരു അണ്ടറിലുള്ള ഒരു എൻവയൺമെന്റ് ട്രീറ്റിയാണ് CMS. പിന്നെ ബോൺ ജർമ്മനിയിലാണ്, ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ ബോൺ ജർമ്മനി, അതുകൊണ്ടാണ് ബോൺ കൺവെൻഷൻ എന്നതിനെ അറിയപ്പെടുന്നത്. പിന്നെ കൺസർവേഷൻ ഇന്റർനാഷണൽ established in 1987 to safeguard biodiversity and ecosystem services. Basel Convention 1989. It is the most comprehensive pact on hazardous waste. പിന്നെ പറയുന്നത് GEF Global Environmental Facility, which was established in 1991. It was established as a program of the World Bank to assist in the protection of global environment and to promote environmental sustainable development. അപ്പം എൻവയൺമെന്റൽ ഓർഗനൈസേഷൻസിനെ പറ്റി, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Now നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് എമർജിംഗ് ടെക്നോളജീസ് ആണ്. ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി. സോ ബയോടെക്നോളജി ഹ്യൂജ് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു മേഖലയാണ്. In genetic engineering, it is used for improvement of crop, plants and animals. It is used for in medicine for the cure of diseases. In industry, for the manufacture of chemicals like vinegar, alcohol, etc. In agriculture, livestock breeding, manufacture of biopesticides, then manufacture of biofuels. Forensic science use ulla oru mekhalayana. Reducing in order to reduce pollution, we can ഡിപ്പെൻഡ് ഓൺ ബയോടെക്നോളജി. അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ടോപ്പിക്, അല്ലെങ്കിൽ ഒരു എമർജിങ് ആയിട്ടുള്ള, ഇപ്പോഴും എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബയോടെക്നോളജി. ആൻഡ് ഓൾസോ അതിനോടൊപ്പം തന്നെ ഗ്രീൻ ടെക്നോളജി, റീസെൻ്റ്ലി സിഗ്നിഫിക്കൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി, എക്സെട്ര. So what exactly is biotechnology എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is any technique that uses living organisms or parts of organisms to make or modify products, improve plants or animals, or to develop microorganisms for specific uses. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ്, പ്രോബ്ലംസ്, ചലഞ്ചസ് എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളാണ്. So that's it. Thank you. I hope you have got an idea about the syllabus. ഇനി ഫർദർ ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവുന്നതാണ്. ഓരോ ടോപ്പിക്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.